ഹലോ വെൽക്കം ബാക്ക്. 2011 സെൻസസിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. 2011 ലേറ്റസ്റ്റ് സെൻസസ് നടന്നിട്ടുള്ളത്. 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. ഇപ്പോൾ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കാരണം അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 2024 ഇലക്ഷന് ശേഷം ഈ 2021 പബ്ലിഷ് ചെയ്യാനിരുന്ന സെൻസസ് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസ് എന്ന് പറഞ്ഞാൽ 2011 സെൻസസ് ആണ്. അപ്പൊ നമുക്ക് സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ബേസിക് നോക്കാം. സെൻസസ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് 1872 ആദ്യമായി സെൻസസ് എടുക്കാൻ തുടങ്ങിയത്. 2011 സ്റ്റാർട്ടഡ് ടു കളക്ട് ബയോമെട്രിക് ഇൻഫർമേഷൻ. അപ്പൊ ബയോമെട്രിക് ഇൻഫർമേഷനും കൂടെ കളക്ട് ചെയ്യാൻ തുടങ്ങിയ സെൻസസ് ആണ് 2011 സെൻസസ്. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. 2011 സെൻസസിന്റെ ഹെഡ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോൾ ഇത് 2011 സെൻസസ് എടുക്കുന്ന സമയത്ത് രജിസ്ട്രാർ ജനറൽ CM ചന്ദ്രമൗലി ആയിരുന്നു. CM ചന്ദ്രമൗലിയുടെ മേൽനോട്ടത്തിലായിരുന്നു 2011 സെൻസസ് എടുത്തത്. 2011 സെൻസസിന് ഒരു മോട്ടോയുണ്ട്. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2011 സെൻസസിന്റെ മോട്ടോ. ഇനി ഈ ഒരു സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ള 7ാമത്തെ സെൻസസ് ആണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 7th സെൻസസ് ആണ് 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം അഡൾട്ട് ലിറ്ററസി റേറ്റ് 74.04% ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇൻ 2011 ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഓൾസോ കണ്ടക്ടഡ് their first ever joint census of areas along their borders. അപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ ചേർന്നാണ് ഇവരുടെ ബോർഡേഴ്സ് ഉള്ള സെൻസസ് എടുത്തത്. ഇന്ത്യസ് റാങ്ക് ഇൻ പോപ്പുലേഷൻ സെക്കൻഡ് റാങ്ക് ആണ് പോപ്പുലേഷനിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്കുള്ളത്. ഫസ്റ്റ് റാങ്ക് ചൈനയ്ക്കും സെക്കൻഡ് ഏറ്റവും മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് കൺട്രി ഇന്ത്യയുമാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1210.19 മില്യൺ ആണ്. 1210.19 മില്യൺ. അതില് 51.54% മെയിൽസും 48.56% ഫീമെയിൽസും ഉള്ളത്. അപ്പൊ പുരുഷന്മാരുടെ എണ്ണമാണ് സെൻസസ് പ്രകാരം കൂടുതലുള്ളത്, സ്ത്രീകളുടെ എണ്ണമാണ് കുറവുള്ളത്. ദ സെൻസസ് ഫസ്റ്റ് കണ്ടക്ടഡ് നമ്പർ ഓഫ് കാസ്റ്റ്. അപ്പൊ 2011 സെൻസസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കാസ്റ്റിന്റെ എണ്ണം കൗണ്ട് ചെയ്തു. എത്ര കാസ്റ്റ് ആണുള്ളത് എന്നുള്ളത് കൗണ്ട് ചെയ്തു. അത് മാത്രമല്ല OBCയുടെ എക്സാക്ട് പോപ്പുലേഷൻ ആദ്യമായി കൗണ്ട് ചെയ്തത് 2011 സെൻസസ് ആണ്. ഇനി സെൻസസിലെ പ്രകാരം പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ്, ഹയസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉത്തർപ്രദേശ്, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ബീഹാർ ആണ്. അപ്പൊ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് സിക്കിം ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിലെ UPയിലാണ്, ഏറ്റവും കുറവ് സിക്കിമിലുമാണ്. ഇനി യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഡൽഹിയിലും ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ളത് ലക്ഷദ്വീപിലുമാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു, ഏറ്റവും കൂടുതലുള്ളത് UPയിലും ഏറ്റവും കുറവുള്ളത് സിക്കിമിലുമാണ്. യൂണിയൻ ടെറിട്ടറീസിലാണെങ്കിലോ ഏറ്റവും കൂടുതൽ ഡൽഹിയിലും ഏറ്റവും കുറവ് ലക്ഷദ്വീപിലുമാണ്. ഇനി മെട്രോ സിറ്റീസ്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള മെട്രോ സിറ്റീസ്, ഒന്നാമതായി നിൽക്കുന്നത് മുംബൈ ആണ്, സെക്കൻഡ് ഡൽഹിയാണ്. ഇനി ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നോക്കാം. എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ എത്ര ആൾക്കാർ ജീവിക്കുന്നു എന്നതിന് നോക്കിയാണ് ഡെൻസിറ്റി കണക്കാക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് 382. ഇന്ത്യയിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 382 ആണ്. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ളത് ഡൽഹിയിലാണ്. ഏറ്റവും കുറവ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, ഇനി സെക്സ് റേഷ്യോ നോക്കാം. ഇന്ത്യയിലെ സെക്സ് റേഷ്യോ 940 ആണ്. 1000 പുരുഷന്മാർക്ക് 940 സ്ത്രീകൾ എന്നുള്ള ഒരു കണക്കാണ് ഇന്ത്യയിലെ സെക്സ് റേഷ്യോ. ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളത്, ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള
സ്റ്റേറ്റ് കേരളമാണ്. രണ്ടാമത്തത് പുതുച്ചേരിയാണ്. ഇത് ഏറ്റവും കുറവ് 6 റേഷ്യോ ഉള്ളത് ദമാൻ ആൻഡ് ദിയുവിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ 6 റേഷ്യോ ഉള്ളത് കേരളത്തിലും ഏറ്റവും കുറവ് 6 റേഷ്യോ ഉള്ളത് ദമാൻ ആൻഡ് ദിയുവിലുമാണ്. 0 to 6 years 6 ratio is 9:14. അപ്പൊ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ 6 റേഷ്യോ 914. ഹയസ്റ്റ് ചൈൽഡ് 6 റേഷ്യോ ഉള്ളത് മിസോറാമിലാണ്. ഏറ്റവും കൂടുതൽ ചൈൽഡ് 6 റേഷ്യോ ഉള്ള സ്റ്റേറ്റ് മിസോറാമാണ്. ഏറ്റവും കുറവ് ചൈൽഡ് 6 റേഷ്യോ ഉള്ളത് ഹരിയാനയിലാണ്. ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ളത് മേഘാലയയിലുമാണ്. ഇനി ലിറ്ററസി റേറ്റ് നോക്കാം. നമുക്ക് എപ്പോഴും അറിയുന്ന പോലെ തന്നെ ഹയസ്റ്റ് ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളമാണ്. കേരളത്തിലെ 93.11% ആൾക്കാർ ലിറ്ററേറ്റ് ആണ്. ഏറ്റവും ലിറ്ററസി കുറവുള്ള സ്റ്റേറ്റ് ആണെങ്കിലും അത് ബീഹാറാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ളത് കേരളത്തിലും ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റ് ഉള്ളത് ബീഹാറിലുമാണ്. ഇന്ത്യയിലെ ടോട്ടൽ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 74%. ഇന്ത്യയിലെ മുഴുവൻ ലിറ്ററസി റേറ്റ് 74% ആണ്. അതിൽ മെയിൽ 82.10യും ഫീമെയിൽ 65.50 ആൾക്കാർക്കാണ് ലിറ്ററസി ഉള്ളത്. അപ്പൊ മെയിലിനാണ് ഫീമെയിലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ളത്. മോസ്റ്റ് ലിറ്ററേറ്റ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണ്. ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപും ഏറ്റവും കുറവ് ലിറ്ററസി ഉള്ള യൂണിയൻ ടെറിട്ടറി ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുമാണ്. മോസ്റ്റ് ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള ഡിസ്ട്രിക്ട് സർച്ചിപ്പാണ് മിസോറാമിലെ. ഏറ്റവും കുറവ് ലിറ്ററസി ഉള്ള ഡിസ്ട്രിക്ട് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആണ്. 100% ലിറ്ററസി ആയി കിട്ടിയിട്ടുള്ള ഡിസ്ട്രിക്ട് പാലക്കാടാണ്. കേരളത്തിലെ പാലക്കാടിലാണ് 100% ലിറ്ററസി ഉള്ള ഡിസ്ട്രിക്ട്. ഇനി റിലീജിയസ് പോപ്പുലേഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിലീജിയൻ പീപ്പിൾസ് ഉള്ളത് ഹിന്ദുയിസത്തിലാണ്. ഇന്ത്യയിലെ 79.80% പീപ്പിൾസ് ഹിന്ദുസ് ആണ്. രണ്ടാമത് വരുന്നത് ഇസ്ലാമാണ്, 14.23% ആണ്. തേർഡ് ക്രിസ്ത്യാനിറ്റി ആണ്, 2.30%. ഫോർത്ത് സിഖിസം ആണ്. ഇനി ലാംഗ്വേജിന്റെ കേസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ഹിന്ദിയാണ്. രണ്ടാമത് ബംഗാളി, മൂന്നാമത് മറാത്തി, നാലാമത് തെലുങ്കു, അങ്ങനെ പോവാം. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഇന്ത്യയിൽ ഹിന്ദിയും ഏറ്റവും കൂടുതൽ രണ്ടാമതായി സംസാരിക്കുന്ന ഭാഷ ബംഗാളിയും മൂന്നാമതായി സംസാരിക്കുന്ന ഭാഷ മറാത്തിയും ആണെന്നുള്ള കാര്യം ഓർമ്മിച്ചു വയ്ക്കണം. അപ്പൊ ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട സെൻസസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണ്ടത്. ഇനി ഈ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സാക്ഷരരുടെ ശതമാനം, എത്ര ശതമാനം പേരാണ് സാക്ഷരരായിട്ടുള്ളത്? 74 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. 74.04% എന്നുള്ളതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള സാക്ഷരരുടെ ശതമാനം. അടുത്തത്, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീകളുടെ സാക്ഷരതാ ശതമാനം, എത്ര ശതമാനം സ്ത്രീകൾക്കാണ് ലിറ്ററസി ഉള്ളത്? 65.46% സ്ത്രീകൾക്കാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ സാക്ഷരതാ ശതമാനം എത്രയാണ്? 82.14%. 2011 സെൻസസ് പ്രകാരം സാക്ഷരത ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സാക്ഷരത ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നാഗർ ഹവേലിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ എണ്ണം എത്രയാണ്? 940. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇനി ഇന്ത്യയിൽ സ്ത്രീ പുരുഷ സാക്ഷരതാ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതം, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ മതം ഹിന്ദുയിസം ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്.
മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശ സംസ്ഥാനമുള്ള യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി. ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര ശതമാനം ആൾക്കാരാണ് BPL ആയിട്ടുള്ളത്? 30% പേരാണ്. 30%. പെട്ടെന്നുള്ള ജനസംഖ്യ വർധനവിന് കാരണം എന്താണ്? ജനന നിരക്ക് കൂടുകയും മരണനിരക്ക് കുറയുകയും ചെയ്യുന്നതാണ് പെട്ടെന്നുള്ള ജനസംഖ്യ വർധനവിന് കാരണം. ഇനി 2011 സെൻസസ് കണക്കുകൾ പ്രകാരം ഇനി പറയുന്ന ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ത്രീ ജനസംഖ്യ പുരുഷ ജനസംഖ്യയേക്കാൾ കൂടുതലുള്ളത്? പുതുച്ചേരിയിലാണ്. പുതുച്ചേരിയിലാണ് സ്ത്രീ ജനസംഖ്യ പുരുഷ ജനസംഖ്യയെക്കാട്ടിലും കൂടുതലുള്ളത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ്? സെർച്ചിപ്പാണ്. സെർച്ചിപ്പ് നമ്മൾ പഠിച്ചതാണ്. ഇനി 2011 സെൻസസ് പ്രകാരം 1000 പുരുഷന്മാർക്ക് ഡാഷ് സ്ത്രീകൾ എന്നതായിരുന്നു കുട്ടികളുടെ ലിംഗാനുപാതം. 914. 914. അപ്പോൾ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.